ഷാഫി ഇമാം തങ്ങൾ മിസ്രിൽ വന്നു, അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നഫീസത്ത് ബീവിയും മിസ്രിലുള്ള ആളല്ല, മിസ്രിൽ വന്നു, അവിടെ തന്നെ താമസിച്ചു, അവിടെ തന്നെ വഫാത്ത്. ഇനിയോ മിസ്രിലാണ് ഒരുപാട് മുസന്നിഫീങ്ങൾ ഉള്ളത്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു, ഹിക്മിന്റെ മുസന്നിഫായ ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, മാഷാ അല്ലാഹ്, ഇബ്നു ഹജറുൽ അസ്കലാനി, ഇബ്നു ഹജറുൽ ഹൈതമി, ഇമാം സുയൂത്തി, അങ്ങനെ തുടങ്ങി ഒട്ടനേകം മഹാന്മാരായ മുസന്നിഫീങ്ങൾ ഈ മിസ്രിന്റെ മണ്ണിലാണെന്ന് പറയുമ്പോൾ ഇനിയോ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ട നാടാണ് ഈ മിസ്ർ. ലോകാത്ഭുതങ്ങളിൽപ്പെട്ട പിരമിഡുകൾ, മനുഷ്യനിർമ്മിതമായ പിരമിഡുകൾ ഈ മിസ്രിന്റെ മണ്ണിലാണല്ലോ. ഈ മിസ്രിന്റെ കഥ ഇങ്ങനെ വായിക്കുമ്പോൾ കടന്നു വരുന്നു സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. മിസ്രിലെ രാജൻ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ഇതേ മിസ്രിന്റെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇതേ മിസ്രിന്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ സയ്യിദുനാ കലീമുല്ലാഹി മൂസ, ഇവരുടെയൊക്കെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് മിസ്ര. ഇതുകൊണ്ടാണ് അഹ്ലു ബൈത്തിനെ മുറുകെ പിടിച്ചത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ശറഫാക്കപ്പെട്ട തല മിസ്റുകാരെ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. അങ്ങനെ ഇന്നും നമുക്ക് പോയാൽ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖ്ബറ പ്രൗഢം, ഗംഭീരം, ശാന്തം, സുന്ദരം, മധുരം, മനോഹരം. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു. അങ്ങനെ ഒക്കെ നമുക്ക് മിസ്റിന്റെ മണ്ണിലൂടെ ഒന്ന് പോകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഇവിടെ കിടക്കുന്ന സയ്യിദന്മാർ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരുടെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മുടെ അവിടെ എത്തിച്ചേരട്ടെ. പോകേണ്ടതാണ്. അവരൊക്കെ അവിടെ ആ നാട്ടുകാരുടെ സ്നേഹമാണ്. ഞാനിവിടെ ആദ്യമായി ദ്വീപിലേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട സഹീർ തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ, ആ ബാപ്പയുമായുള്ള നല്ലൊരു അഭേദ്യമായൊരു ബന്ധമാണ്. അഭേദ്യബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിക്കും സഹീർ തങ്ങളുടെ ഉപ്പ നമ്മളൊക്കെ ബമ്പൻ ബമ്പൻ എന്ന് വിളിക്കുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ പാട്ടിൽ പറയാറുണ്ട്, ദ്വീപിന്റെ മക്കൾ ചൊല്ലിടുന്നു ബമ്പനാ. എല്ലാവരും ബമ്പൻ ബമ്പൻ എന്ന് വിളിക്കും. സംസാരത്തിലും ബമ്പനാണ്, പ്രകൃതിയിലും ബമ്പനാണ്. ആ മനുഷ്യൻ ഇവിടെ ഈ ഉറൂസ് നടക്കുമ്പോൾ ഇവിടെ കട്ടിൽ, ആ കട്ടിലിൽ ആ മനുഷ്യൻ ഒരു ബനിയൻ, ഒരു തുണിയെടുത്തിട്ട് ഒരു ഗർവമില്ലാതെ ആ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ കിടന്ന്, ഞാൻ ഇപ്പോഴും ആരെങ്കിലും എപ്പോഴും വയല് തീരുന്നവരെ ഇവിടെ തന്നെ ഇങ്ങനെ കട്ടിൽ, ആ മുടഞ്ഞ കട്ടിലില്ലായിരുന്നു അല്ലേ, മുടഞ്ഞ കട്ടിൽ, അതിങ്ങനെ കിടക്കുമോ ആ മനുഷ്യൻ. തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തങ്ങളവറുകള് വളരെ വിനയത്തിലായിരുന്നു, വളരെ താഴ്മയായിരുന്നു ആ മനുഷ്യൻ. എന്തൊരു ബഹുമാനാണ് ഇവിടെ വന്നാൽ തങ്ങൾക്കുന്ന. അങ്ങനെ ആ ബന്ധം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമുക്കുണ്ടല്ലോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ബഹുമാനപ്പെട്ട ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നമ്മുടെ നാട്ടിലേക്ക് വരണം, അത് പറയാമോ. അങ്ങനെ തങ്ങളുടെ നാട് കവരത്തി ദ്വീപിലേക്ക്, ലക്ഷദ്വീപുകളുടെ തലസ്ഥാന നഗരിയായ കവരത്തി ദ്വീപ് ഒന്ന് കാണേണ്ടതാണ്. ഇവിടെ നിന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നിങ്ങൾ ഒന്നായിട്ട് നമ്മളെ പുസ്തകമൊക്കെ പലരും ഒന്നായിട്ട് തങ്ങളോടൊപ്പം പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മിക്കുന്ന വലിയൊരു സംഭവം, ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്നത്, വിമാനത്തിൽ കയറുന്നത് തങ്ങളോടൊപ്പമാണ്. അത് എനിക്ക് വലിയൊരു പ്രചോദനം കിട്ടിയ തങ്ങളും ഞാനും കൂടി ഞങ്ങൾ നെടുമ്പാശ്ശേരി ദ്വീപിലേക്ക് പോവുകയാണ്. ദ്വീപിലേക്ക് പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. ഞാൻ അന്ന് ഫസ്റ്റിലായതുകൊണ്ട് പിന്നെ എനിക്ക് വിമാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു പേടി ഉണ്ടാകുമല്ലോ. ആ പേടിയോടുകൂടെ തങ്ങളെ വയ്യേക്ക് ഇങ്ങനെ കയറി തങ്ങൾ പപ്പ അവിടെ ഇരുന്ന് ഞാൻ എടുത്തിരുന്നത് ഭയങ്കര ഒരു മോനെ പോലെ, ഒരു ബാപ്പയെ പോലെ ഞാൻ ആ മനുഷ്യനെ കണ്ടു. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത അനുകമ്പമായിരുന്നു. ആ പുഞ്ചിരി ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ്. തങ്ങളവറുകളിൽ ഇരുന്നു, ഞാൻ ഇരുന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുമ്പോൾ ചെറിയൊരു ബേജാറ്. ആദ്യമായിട്ട് കയറിയതാണ്. അങ്ങനെ ഫ്ലൈറ്റ് പൊന്തിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ബേജാറിൽ ഇങ്ങനെ കുത്തിരിക്കുക.
കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ തങ്ങളുടെ പറികൾ നല്ല ഉറക്കിലാണ്. ഉറക്കെന്ന് പറഞ്ഞാൽ കൂർക്കം വലിച്ച് ഉറക്കുക. അപ്പം എനിക്ക് തോന്നിയേ ഇങ്ങനെ ബേജാറാവേണ്ട വിഷയമൊന്നുമില്ല, തങ്ങളൊക്കെ ഉറങ്ങുന്ന അപ്പം ഞാൻ ഉറങ്ങട്ടെ ചേച്ചി. ആ ബേജാറ് നീക്കി വളരെ ഹാപ്പി ആയിക്കൊണ്ട യാത്ര ഞാൻ ഇന്നും ഓർക്കുന്നു. വല്ലാത്തൊരു മനുഷ്യൻ. അത് കുറെ കൊടുത്തി ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു ചെറിയ പാസ്സാക്കി. അങ്ങനെ ഭയങ്കര തങ്ങളെ പറയുക നമ്മുടെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഓർക്കണം. ഈ നാട്ടിലെ എത്രയോ നൂറുകണക്കായ ചെറുപ്പക്കാരെ ഹിദായത്തിൻ്റെ വഴിയിൽ പിടിച്ചു നിർത്തിയ ഈ രാജ്യം കണ്ട മനുഷ്യന്മാരിൽ നല്ലൊരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട സഹീർ തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ. ഒരു ബാപ്പയായി ഞാൻ കാണുന്നു. തങ്ങളിൽ ഞാൻ കണ്ടൊരു വലിയൊരു പവർ. അങ്ങനെ അവിടെ ചെന്നു. അവിടെ വാദ പരമ്പര ദ്വീപിൽ ഒരുപാട് സവിശേഷതയിൽപ്പെട്ട ഒന്നാണ്. നല്ല എല്ലാവരും വാദ കേൾക്കാൻ വരും. അങ്ങനെ ഒരു ദിവസം വാദ കേട്ട് വാദ പരിപാടി കഴിഞ്ഞ് രാത്രി 2 മണിയായപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. തങ്ങളുടെ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഞാനുണ്ട്. അങ്ങനെ ഞാൻ വല്ല തായ് ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ മഹാനായ സീതവറുകൾ ഇങ്ങനെ കൊലായിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആരും കാണാതെ അറിയാതെ അല്ലാ അല്ലാ എന്ന ദിക്റാണ്. ഞാനതെന്നോ അസ്സലാമു അലൈക്കും അല്ല തങ്ങളെ ഇങ്ങക്ക് ഓർക്കില്ല ചിന്നോട്. ഞാൻ പറഞ്ഞു ഓർക്കില്ല. എന്നാ വരീന്നോ ഇഷ്ടായി. അങ്ങനെ ഒരു ഇതൊന്നുമില്ലൊരു അവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഓർക്കില്ല. ഞാൻ പറഞ്ഞു ഓർക്കില്ല. ഞാൻ പൊതുവേ രാത്രി ഓർക്കില്ലാത്ത ഒരാളാണ്. കുറച്ച് ഇറങ്ങി ഇറങ്ങിയാൽ പിന്നെ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ട് മാഷാ അല്ലാഹ്. അപ്പം എന്നോട് പറഞ്ഞു തങ്ങൾ പറയുന്നത് ഞാൻ ഹിസ്ബുൽ ബഹറിൻ്റെ ഇജാസത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. ആ മനുഷ്യൻ പറഞ്ഞോട് എപ്പോഴത് പറയുന്നത്? പാതിരാ സമയം ആ നിശയുടെ നിശബ്ദതയിൽ, ആ ഇരുളിന്റെ ചുരുളിൽ, ആ പാതിരാ സമയത്ത് ഹിസ്ബുൽ ബഹർ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അതിൻ്റെ ഇജാസത്ത് സന്തോഷമായി പോയി. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. വേഗം അപ്പോൾ തന്നെ അങ്ങോട്ട് എഴുതിയിട്ട് ഇതാ ഈ ഹിസ്ബുൽ ബഹർ ചൊല്ലുവാനും ചൊല്ലിക്കുവാനും നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നു എന്ന് ആ മനുഷ്യന്റെ പാതിരാ സമയത്ത് ആ ദ്വീപിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിനടങ്ങാത്തൊരു സന്തോഷം. ഞാൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ പിടിച്ചുകൊണ്ട് ചുംബിച്ചു. എന്താ ഞാൻ സ്നേഹത്തിന് പകരം എന്ത് കൊടുക്കണം? എന്നോട് പറഞ്ഞു നിങ്ങൾ ചൊല്ലിക്കൂടി എന്നല്ല, നിങ്ങൾക്ക് ചൊല്ലാനും ചൊല്ലിക്കുവാനും ഞാൻ സമ്മതം തന്നു. മാഷാ അല്ലാഹ്. എങ്ങനെ ഞാനത് ആ മഹാനെ ഞാൻ ഓർത്തത് ഇപ്പോൾ ഈ യാത്രയിൽ മിസ്ർ യാത്രയിൽ ഷാദുലി ഇമാം തങ്ങളുടെ ഹദറത്തിൽ പോയിരുന്നു. കൈറോ പട്ടണത്തിൽ വെച്ചുകൊണ്ട് ഏകദേശം ഉദ്ദേശം ഒരു 1200 കിലോമീറ്റർ ദീർഘമായി സഞ്ചരിച്ച് വിജനമായ മരുഭൂമിയിലൂടെയാണ് ഇമാം ഷാദുലി തങ്ങളുടെ മക്ബറയിലേക്ക് എത്തുക. ഞങ്ങൾ 150 ആളുകളുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ ഷാദുലി ഇമാം റളിയല്ലാഹു തങ്ങളുടെ മഹത്തരമായ ദർബാർ കാണേണ്ടതാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സിയാറത്ത്, ആ സിയാറത്തിന്റെ വേളയിൽ ഉസ്താദുമാരും പണ്ഡിതന്മാരും സയ്യിദന്മാരും ഫാമിലികളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പറഞ്ഞു ഷാദുലി ഇമാം തങ്ങളുടെ ഹിസ്ബുൽ ബഹറിന്റെ ഇജാസത്ത് കൊടുക്കാൻ സമ്മതമുണ്ടല്ലോ തങ്ങൾക്ക് ഇവിടുത്തെ എന്ന് പറഞ്ഞു. ഞാൻ ആ കൗതുകത്തോടെ അത്ഭുതത്തോടെ അതിലേറെ ആവേശത്തോടുകൂടെ ഷാദുലി ഇമാമത്തോടെ ദർബാറിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എന്നെ പാതിരാ സമയത്ത് ഏൽപ്പിച്ച ഹിസ്ബുൽ ബഹർ, സമുദ്ര സമാനമായ ഏത് ടെൻഷൻ വരുന്നവരും ഹിസ്ബുൽ ബഹർ, ഉമ്മമാരെ നമ്മുടെ വീടുകളുടെ ആ ഏടിന്റെ അതിൽ കാണാം ഹിസ്ബുൽ ബഹർ. അതൊരു വുളൂഓടുകൂടെ നമ്മൾ ശാന്തമായി ചൊല്ലിയാൽ ഭയങ്കര പവറാണ്. ഏത് ടെൻഷനും മാറുന്നു ഹിസ്ബുൽ ബഹർ. അൽഹംദുലില്ലാഹ്. അത് ചൊല്ലാനൊരു സമ്മതം കിട്ടാന്ന് പറയുമ്പോൾ ലാകിൻ ബിശറത്തിൽ ഇദ്നി മിൻ അർബാബിഹാ മഹ്സിനി ദന്നിൻ തഹ്ള ബിൽ ഇതായി. അത് ഞാൻ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് പറയാൻ ആ ഭാഗത്തേക്ക് എടുക്കുന്നില്ല. തങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അങ്ങനെ ഒന്നല്ല ഒരുപാട് പ്രാവശ്യം തങ്ങളോടൊപ്പം അവിടെ ചെല്ലാനും
അവിടെ നിന്ന് വാത് പറയാനും തങ്ങളോടൊപ്പം നേരത്തെ ബഹുമാനപ്പെട്ട സഹീർ തങ്ങൾ ആ പാതയിൽ തങ്ങളുടെ ബാപ്പയുടെ പാതയിൽ നമുക്ക് നേതൃത്വം നൽകാൻ മഹാനായ സഹീർ തങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ചെറിയ പ്രായത്തിലേ നമ്മളോടൊപ്പമുള്ള തങ്ങളുടെ പറയുക അല്ലാഹു ഇനിയും ഇസ്സത്ത് നൽകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉസ്താദന്മാരും പണ്ഡിതന്മാരും എല്ലാവർക്കും അല്ലാഹു തആല അഭിവൃദ്ധി നൽകട്ടെ. ദീനീ പ്രബോധന രംഗത്ത് ധാരാളമായി പ്രവർത്തിക്കുവാനും മരണം വരെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് മുന്നേറുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തായ്മ